തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. പി.സി. ചാക്കോ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. റാഫി കരീം അദ്ദേഹത്തിനൊപ്പം പി.സി. ചാക്കോയ്ക്കൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. റാഫി, അവിടെ സംഭവിച്ചത് എന്താണ്? വിശദാംശങ്ങൾ. അനുജ, ഇന്ന് കല്ലൂരിൽ ചേർന്ന യോഗത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ബഹളമുണ്ടായത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ പൂർത്തിയായി. അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. നമുക്ക് ഇനി അവരുടെ ആ പ്രസ് മീറ്റിലേക്ക് പോകേണ്ടതുണ്ട്. തോമസ് കെ തോമസിന് അധ്യക്ഷ സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ബഹളമുണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പി.സി. ചാക്കോ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു ബഹളം ഉണ്ടായെന്ന് അറിയുന്നു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, അവർ ചോദിച്ചത്. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു. ചോദിച്ചോളൂ. ഇല്ല, ഞങ്ങൾ തിരഞ്ഞെടുപ്പാണ് മെയിനായിട്ട് ചർച്ച ചെയ്ത വിഷയം. കാരണം NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ബഹളമുണ്ടായി എന്ന വാർത്ത വന്നിരിക്കുന്നത്. തോമസ് കെ തോമസിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നതാണ് ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചത്. തുടർന്ന് പി.സി. ചാക്കോ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന വിവരവുമുണ്ട്. അവരുടെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്ക് എത്തും. ന്യൂസുകൾ അത് ഒരു വിലയിരുത്തൽ. പിന്നെ പല അഭിപ്രായങ്ങളല്ലേ, പാർട്ടിയല്ലേ, പല ആൾക്കാരും പല ടൈപ്പിലുള്ളവരാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. സീറ്റ് കിട്ടാത്തവരുണ്ട്, സീറ്റ് കിട്ടിയവരുണ്ട്, പല വിഷയങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ഉള്ള ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അധ്യക്ഷൻ മാറണമെന്ന് പറഞ്ഞാൽ ഒരാൾ ബഹളം വെച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അധ്യക്ഷൻ മാറണമെന്ന് പറഞ്ഞ് അധ്യക്ഷനെ ഒന്നും ആർക്കും മാറ്റാനൊക്കത്തില്ല. ഓക്കെ, വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളവർ കാണും, അല്ലാത്തവർ കാണും. അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം പലർക്കും ഇഷ്ടമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിലപോകത്തില്ലല്ലോ. കാരണം എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് ദേശീയ പ്രസിഡൻ്റാണ്, അല്ല വേറെ ആരുമല്ല. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടി. NCP സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം അവസാനിച്ചു. അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ നടക്കുകയാണ്. കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. തോമസ് കെ തോമസ് ആണ് കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ച് ഒരു വിഭാഗം ബഹളം വച്ചു എന്നുള്ളതാണ്. പി.സി. ചാക്കോ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.